പ്രതിഷേധത്തിനിടെ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനം തകർത്ത സംഭവത്തിൽ 3 പേർ കൂടി പിടിയിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. 5 പേരെ പോലീസ് റിമാൻഡ് ചെയ്തു. ആക്രമണം ആസൂത്രിതമാണെന്നാണ് ഇഡിയുടെ പരാതി. സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യാൻ ഡിജിപി ആഭ്യന്തരമന്ത്രി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി റിപ്പോർട്ടും തേടി. പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. CPIM പ്രതിഷേധത്തിനിടെ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനം തകർത്തതുമായി ബന്ധപ്പെട്ട 12 പേരെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ നിന്നായി പോലീസ് കസ്റ്റഡിയിലെടുത്ത 8 പേരിൽ 5 പേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മനോജ്, ജീവൻ, ശ്രീജിത്ത, ഷാഹിൻ, നിതിൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. അമൽ, കിരൺ, അനിൽകുമാർ എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ്. കേസുമായി ബന്ധപ്പെട്ട് ഇനി 4 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം ഇന്നലത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡിജിപിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റിപ്പോർട്ട് തേടി. ഇന്റലിജൻസ് മേധാവി പി വിജയൻ, ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ മുൻ ഡിജിപി എ ഹേമചന്ദ്രൻ എന്നിവരും കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ പശ്ചാത്തലത്തിലാണ് ഡിജിപി ഉൾപ്പെടെയുള്ളവരുമായി ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന്റെ ഇഡി റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്ര ബലമായിട്ട് ഞങ്ങൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഇതിനിടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ പുതിയ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാരകായുധങ്ങൾ കൊണ്ട് പരിക്കേൽപ്പിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങി 12 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.